നമസ്കാരം. വാർത്താ ദിനം ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. ഇ.പി. ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളെന്ന ആരോപണത്തിൽ CPIM-ന്റെ മറുപടി. വി.ഡി. സതീശൻ തെളിവ് കൊണ്ടുവരട്ടെയെന്നും വെല്ലുവിളി സ്വീകരിക്കുന്നുവെന്നും MP ഗോവിന്ദൻ. ജയരാജൻ മറുപടി നൽകുമെന്നും സംസ്ഥാന സെക്രട്ടറി. സദാനന്ദ ഗൌഡയുടെ കോൺഗ്രസ് പ്രവേശന വാർത്ത വ്യൂഹമെന്ന് KC വേണുഗോപാൽ. പൗരത്വ നിയമ ഭേദഗതി പ്രതിഷേധ കേസുകൾ പിൻവലിക്കുന്നത് വേഗത്തിലാക്കി സംസ്ഥാന സർക്കാർ. പിൻവലിക്കാനുള്ള അപേക്ഷ കോടതിയിലെത്തിയെന്ന് ഉറപ്പാക്കണം. ആഭ്യന്തര സെക്രട്ടറി DGPക്ക് നിർദ്ദേശം നൽകി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിനും SBIക്കും തിരിച്ചടി. എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. തിരിച്ചറിയൽ കോഡടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവ്. വ്യാഴാഴ്ചയ്ക്ക് മുൻപ് സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശം. മോൺസൺ മാവുങ്കിൽ പുരാവസ്തു തട്ടിപ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം. DYSP YR റസ്റ്റത്തിന്റെ ഗുരുതരാരോപണവുമായി കേസിലെ പരാതിക്കാരൻ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന DYSP. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം നടന്നെന്ന് ക്രൈംബ്രാഞ്ച്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിയിൽ പരിഹാരം. കുടിശ്ശിക ഉടൻ നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചതായി വിതരണക്കാർ. 1 കോടി രൂപ അനുവദിക്കും. മരുന്ന് വിതരണം ഉടൻ തുടങ്ങും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം നീളുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം. ചില രാഷ്ട്രീയക്കാർക്കെതിരെ തെളിവുകൾ ഉണ്ടെന്നും നോട്ടീസ് അയക്കേണ്ടതുണ്ടെന്നും ED.